കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയി പ്രവർത്തിച്ചത് ആരായിരുന്നു? ലേഡീസ് ആണോ ജെൻസ് ആണോ? അത് ഓരാജോലല്ലേ. ഗണേശൻ, ബേബി ജോണു, രാജു, ഭാസ്കരനാണോ? പൊളിറ്റിക്സ് അത്ര പിടിയില്ല അതുകൊണ്ടാണ്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച സുന്ദരി ലോട്ടറി ഏജൻസീസ് ആണ്. ഇന്ന് രാവിലെ ആയിരുന്നു പാമ്പുകളുടെ തോഴൻ വാവാ സുരേഷ് ഈ സുന്ദരി ലോട്ടറി ഏജൻസീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പോൾ അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സുന്ദരി ലോട്ടറി ഏജൻസീസ് നൽകുന്ന സമ്മാനവുമായി എത്തിയിരിക്കുന്ന അണ്ണ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ചോദ്യവുമായി എത്തി സമ്മാനം നേടുവാൻ സാധിച്ചില്ല. സുരേഷ് അണ്ണന് ഒട്ടും സാധിച്ചില്ല. മുറിച്ച് അപ്പോൾ ഇപ്പം നമ്മൾ കല്ലമ്പലത്ത് വിവിധ ജില്ലകളിലെ ലോട്ടറി ടിക്കറ്റുകളുമായി പ്രവർത്തനം ആരംഭിച്ച സുന്ദരി ലോട്ടറി ഏജൻസീസിന്റെ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു. പങ്കെടുത്തല്ല. ആദ്യ ടിക്കറ്റ് ഞാനാണ് എടുത്തത്. ടിക്കറ്റ് ഉദ്ഘാടനം ഞാനായിരുന്നു. അപ്പൊ എല്ലാ നമ്പർ സെലക്ഷൻ ഒക്കെ ഉണ്ടല്ലോ? എല്ലാ നമ്പറുണ്ട്. 200. എന്താണ് അന്ന് തോന്നി അവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? ടിക്കറ്റ് പ്രൈസ് കാണും, എന്തായാലും അടിക്കും. നല്ല ഇതാണ്. ഒരുപാട് നമ്മൾ ടിക്കറ്റ് എവിടെ ഇല്ലാതെ ടിക്കറ്റ് ഇവിടെ ഉണ്ട്, നമ്പറിലെല്ലാം ഉണ്ട്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കുറച്ചു കാലം MLA ആയി പ്രവർത്തിച്ചത് ആരാണ്? വലിയൊരു ചോദ്യമാണ്. കുറച്ചു കാലം MLA പ്രവർത്തിച്ച ആരാണ്? തിരുവനന്തപുരത്ത് ഏറ്റവും കുറച്ചു കാലം MLA ആയി പ്രവർത്തിച്ച വ്യക്തി. അത് ഓരാജോലല്ലേ. ഓരാജഗോപാൽ. അവർ രണ്ട് രാജഗോപാലുണ്ട്. എനിക്കറിയാൻ വയ്യ. ഒരു 5 കൊല്ലം ഇരുന്നില്ലേ? 5 കൊല്ലം ഇരുന്ന്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അറിയത്തില്ല. എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ വാവാ സുരേഷ് ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച സുന്ദരി ലോട്ടറി ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഭാഗ്യം കിട്ടുന്ന ഒരു കടയാണ്. നമുക്ക് ലോട്ടറി എടുത്ത് എല്ലാ ദിവസവും 60,000 രൂപ അടിക്കുന്ന നമ്മളെ ഈ പ്രദേശത്ത് ഈ കട മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന നല്ല സഹകരണമാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ടിക്കറ്റ് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കൊരു ഭാഗ്യം ഭാഗ്യം നേടിയിട്ടുള്ള ആളാണ്. ഒരിക്കൽ ഒരു 60,000 അടിച്ചു, 2-3 പ്രാവശ്യം 24,000, 12,000 അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൈവശം അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണുള്ളത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഏറ്റവും കുറച്ചു കാലം MLA ആയി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. ലേഡീസ് ആണോ ജെൻസ് ആണോ? കാലം ഓർമ്മയിലുണ്ടായിരുന്നു. ഭാസ്കരനാണോ? ഭാസ്കരനാണോ? അല്ലല്ല. അല്ലേ, മറ്റേ ജേക്കബ് അല്ലേ? നമ്മളാ എറണാകുളത്ത് നിന്ന് മരിച്ചോ? അതല്ല. എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നൊരു MLA ആണ് അല്ലേ? കണ്ണൂർ MLA ആണ്. മറ്റാർക്കെങ്കിലും പറയാനുള്ള ഒരു അവസരം കൊടുക്കട്ടെ. ഓക്കെ. സുന്ദരി ലോട്ടറി ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ്. ആലങ്കോട് 9 വർഷമായി പ്രവർത്തിക്കുന്ന അവർ ഇന്ന് കല്ലമ്പലത്ത് അവരുടെ പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. വാവാ സുരേഷായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ കൂടാതെ മറ്റ് ജില്ലകളിലെയും ലോട്ടറി ടിക്കറ്റുകൾ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയി പ്രവർത്തിച്ചത് ആരായിരുന്നു? ഏറ്റവും കുറച്ചു കാലം. ഗണേശൻ. ബേബി ജോണു അല്ല തോന്നുന്നു, അറിയില്ല. രാജു. കഴിഞ്ഞ 2 സമ്മാനം വാങ്ങിച്ചില്ലേ? ഇന്ത്യൻ വാച്ച് ഹൗസിന്റെ പൊളിറ്റിക്സ് അത്ര പിടിയില്ല അതുകൊണ്ടാണ്. പൊളിറ്റിക്സായിട്ട് ബന്ധമില്ല. സുന്ദരി ലോട്ടറി ഏജൻസീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് സീരിയൽ താരത്തിന്റെ മുന്നിലാണ്. ഏതൊക്കെ സീരിയലിലാണ് നമ്മൾ? ഞാൻ അമ്മ അറിയാതെ, കറുത്തമുത്ത്,
പിന്നെ കുറേ സീരിയൽ മരുഭൂമി പൂക്കാലം അങ്ങനെ കുറേ സീരിയലൊക്കെ ചെയ്തു. അല്ല ക്യാരക്ടർ റോൾ തന്നെയായിരുന്നു. ആ കുഴപ്പമില്ലാത്ത വേഷങ്ങളൊക്കെയാണ് ചെയ്തത്. ഇപ്പം വർക്കില്ലേ? ഇപ്പം വർക്ക് ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പം പോകും, നമ്മുടെ കൂട്ടുകാരന്മാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത വർക്കുകളൊക്കെ. ഓക്കെ. അപ്പോൾ നാവായിക്കുളത്തുള്ള ഒരു സീരിയൽ താരമാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സുന്ദരി ലോട്ടറി ഏജൻസീസ് നൽകുന്ന മനോഹരമായൊരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയിരുന്ന വ്യക്തി ആരായിരുന്നു? ഏറ്റവും കുറച്ചു കാലം, ദിവസങ്ങൾ മാത്രമായിരുന്നു. അതെനിക്കറിയില്ല കേട്ടോ. സീരിയലിൽ നിന്ന് ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് മുരളീധരനാണോ? പ്രമാണിമാരാണ്. അറിയത്തില്ല. കുറച്ച് നാളോ അറിയേ. അതൊന്നും അറിയാൻ വയ്യ. ആ മണ്ഡലം ഇന്നും നമ്മുടെ കേരളം ചർച്ച ചെയ്യണം. ഇന്ന് 9 വരേക്കും ചർച്ച ചെയ്യണം ആ മണ്ഡലം. അല്ല, നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ളൊരു അല്ല. കേരള നിയമസഭ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് കാലം MLA ആയിട്ട് പ്രവർത്തിച്ചത് അറിയില്ല. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയിരുന്ന വ്യക്തി ആരാണ്? നമുക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു രക്ഷയില്ല, രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളൊക്കെ രാഷ്ട്രീയക്കാരന്മാരായിട്ട് ബാക്കിൽ നിന്ന് എന്തിനാണ് പോണത്? എൻ്റെ ഒരു കാര്യമല്ല, നേരം നമ്മളത്ത് ഇറങ്ങിപ്പോയാൽ വീട്ടിലെ കാര്യം നടക്കും, അത്ര തന്നെ. അപ്പോൾ ഈ വ്യക്തി ആരാണെന്ന് അറിയണ്ടേ? നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച C. ഹരിദാസാണ്. കേട്ടിട്ടുണ്ടോ? ഹരിദാസ് കേട്ടിട്ടുണ്ട്. 10 ദിവസം മാത്രമായിരുന്നു 1980 അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് 10 ദിവസത്തിന് ശേഷം ആര്യാടൻ മുഹമ്മദ് അന്നത്തെ മന്ത്രിസഭയിൽ മന്ത്രിയായി ചുമതലയേറ്റതോടുകൂടി അദ്ദേഹത്തിന് വേണ്ടി ഈ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. തുടർന്ന് ആര്യാടൻ മുഹമ്മദ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായി തുടർന്നു. അപ്പോൾ ആ C. ഹരിദാസാണ് 10 ദിവസം മാത്രം കാലയളവ് ഉണ്ടായിരുന്ന ഏക MLA. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരം 10 ദിവസം. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി, കേരളം.